നമസ്കാരം, ഞാൻ മായ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഞാനൊക്കെ വളരെ എഫേർട്ട് എടുത്തിട്ടാണ് അത് ചെയ്യാറുള്ളത്. പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ, പ്രത്യേകിച്ചും 18-20 വയസ്സായ കുട്ടികളൊക്കെ അതേ കാര്യം തന്നെ എത്രയും എഫേർട്ട്ലെസ് ആയി ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. അങ്ങനെയുള്ള ചില കുട്ടികൾ ഞങ്ങൾക്കുമുണ്ട്. അതിലൊരാളെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ശ്രീരുദ്ര. ഞങ്ങൾ വാവ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഇല്ലത്തിൻ്റെ തൊട്ടടുത്താണ് വാവയുടെ ഇല്ലും. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഞാൻ വാവയെ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. പിന്നീട് കുറച്ചുകൂടി വലുതായപ്പോൾ വാവ കുട്ടികളുടെ സെക്ഷനിൽ കളിക്കാൻ തുടങ്ങി. പിന്നെ +1 +2 ഒക്കെ ആയപ്പോൾ ജൂനിയർ സെക്ഷനിലും ഒക്കെ ആയി എപ്പോഴും ഞങ്ങളുടെ കൂടെ തിരുവാതിരക്കളി കളിക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ടീമിൽ, വലിയവരുടെ ടീമിലാണ് വാവ കളിക്കുന്നത്. ഇതിനിടെ തന്നെ നിങ്ങളെല്ലാവരും വാവയുടെ കളി കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി വാവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ശ്രീരുദ്ര തന്നെ പറയും. ഞാൻ ശ്രീരുദ്ര, ചെറക്കാമറ്റാണ് എൻ്റെ ഇല്ലം. ഞാൻ കേരളർമ്മ കോളേജിൽ ഡിഗ്രിക്കാണ് ഇപ്പോൾ പഠിക്കുന്നത്. എൻ്റെ അമ്മയുടെ പേര് സിന്ധു എന്നാണ്. പേരാമംഗലം സ്കൂളിലെ ടീച്ചറാണ് അമ്മ. അച്ഛൻ്റെ പേര് രമേശ് എന്നാണ്. മമ്മിയൂർ അമ്പലത്തിലാണ് ശാന്തി ചെയ്യുന്നത്. ഒരേട്ടുണ്ട്. ഏട്ടൻ സ്കൂളിലെ മാഷാണ്. ഞാൻ ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് മുതൽ തിരുവാതിരക്കളി കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. മായച്ചിട്ടിയാണ് എന്നെ ആദ്യമായിട്ട് തിരുവാതിരക്കളി പഠിപ്പിക്കുന്നതും സ്റ്റേജിൽ കയറ്റുന്നതൊക്കെ. ഇപ്പോൾ അമ്മയുടെയും മായച്ചിട്ടിയുടെയും ഒക്കെ ഒപ്പം കളിക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ നിങ്ങൾക്കായി ഒരു കുറത്തിപ്പാട്ടാണ് അവതരിപ്പിക്കുന്നത്. മല്ലവൈരി എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. സാധാരണയായി സ്കൂൾ കലോത്സവ വേദികളിലെല്ലാം ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും ഈ പാട്ട്. അത് ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ്. അത് നിങ്ങളെല്ലാവരും ആസ്വദിക്കുന്നു കരുതുന്നു. മല്ലവൈരി പാദ പദ്മം കണ്ണിലങ്ങു ചേർന്നു ചൊല്ലിടുന്ന വണ്ടേ ചൊൽക സൽക്കഥയെ കേട്ട് പണ്ടു ചൊല്ലി നാടങ്ങേവം രാമകഥ പാട്ട്. രാമചന്ദ്രൻ കഥയോടും സീതയോടും കൂടി കോമളമാം ചിത്രകൂടം വാണിരിക്കും കാലം കായ്കനികളുണർത്തുവാൻ രാധമോദമീട്ടു കാത്തിരിക്കും നേരത്തിങ്കൽ ഇന്ദ്രസുതാനും വേഷം പുഴു കായ്കനികൾ തിന്നു കല്ലുമൊന്നെടുത്തു സീത മെല്ലെയൊന്നെറിഞ്ഞു കാകനപ്പോൾ കോപമോടു സീതയുടെ മുന്നിൽ നഖങ്ങളും കൊക്കും കൊണ്ട് സീതയുടെ ദേഹം കീറിയ നേരത്തു ചോര കണ്ടു രാമദേവൻ പുല്ലുമൊന്നെടുത്തു ബാണമാക്കിയങ്ങയറ്റു കാകനോടെ കണ്ണു രണ്ടും ഗണ്ഡമായ നേരം കാകനപ്പോൾ വേഗമോടെ രാമനെ വണങ്ങി കണ്ണു കാകനൊന്നു നൽകി അംബുജാക്ഷനാപ്പോൾ. കുണ്ടുകുളങ്ങരെ തെച്ചിയുണ്ട് തെച്ചിയുണ്ട് തെച്ചി നീറവോളം പൂവതുണ്ട് പൂവതുണ്ട് പൂപ്പറിക്കാനൊരു വാര്യരുണ്ട് വാര്യരുണ്ട് പൂവറുക്കാനൊരു വട്ടിയുണ്ട് വട്ടിയുണ്ട് വട്ടി നീറവോളം പൂവറുത്തു പൂവറുത്തു ഏറാടൻ വാഴയുടെ നാരു ചീന്തി നീളത്തിലായിരം മാല കെട്ടി ആർക്കാർക്കു ഞാനീതു കാഴ്ച വെപ്പു ഗുരുവായൂരപ്പൻ്റെ തൃപ്പടിമേൽ ഞാനീതാ ശ്രീപാദം കൈതൊഴുന്നേൻ
ഇത് ഒരു ഒറ്റ സ്റ്റെപ്പുള്ള പാട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഗുരുവായൂരപ്പന്റെ തൃപ്പടിമേൽ എന്നുള്ളതിന് പകരം ഏത് അമ്പലത്തിലാണോ നിങ്ങൾ കളിക്കുന്നത് അവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് അനുസരിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് പറയാച്ചാൽ മമ്മിയൂർ അമ്പലമാകുമ്പോൾ മമ്മിയൂരപ്പന്റെ തൃപ്പടിമേൽ ഞാനിതാ ശ്രീപാദം കൈതൊഴുന്നതെന്ന് പാടാം. അതല്ല ഇപ്പോൾ നമ്മൾ തൃപ്രയാർ അമ്പലത്തിലാണ് കളിക്കുന്നതെങ്കിൽ തൃപ്രയാർ ദേവരുടെ തൃപ്പടിമേൽ അങ്ങനെ നിങ്ങൾക്ക് പാടാം. ഇത് ഒറ്റൊരു സ്റ്റെപ്പ് മാത്രമുള്ള ഒരു പാട്ടാണ്. ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പാട്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ കാണികൾക്ക് എല്ലാവർക്കും അത് നല്ലൊരു കൗതുകമായിട്ടുള്ള കാഴ്ചയായിരിക്കും. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ ഒരു കളി കണ്ടിട്ട്, ഈ ഒരു പാട്ട് കളിക്കുന്നത് കണ്ടിട്ട് ആസ്വദിക്കുന്നു കരുതുന്നു. ഗുരുവായൂരപ്പന്റെ തൃപ്പടിമേൽ